ഈ വീഡിയോയിൽ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, റഷ്യ, ഉക്രൈൻ, ഇസ്രായേൽ, ലെബനാൻ ഈ വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും തുടങ്ങാം. അഫ്ഗാനിസ്ഥാനിൽ ടോപ്പ് എഡ്ജിൽ ഈ വക്കാൻ കോറിഡോർ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രൊവിൻസ്, ബദഖ്ഷാൻ പ്രൊവിൻസ് എന്ന് പറയുന്ന ഈ ബദഖ്ഷാൻ പ്രൊവിൻസിൽ പ്രത്യേകിച്ച് ഇവിടെ കുറേ കാലം കൊണ്ട് തന്നെ താലിബാനെതിരായിട്ടുള്ള ആൻറ്റി താലിബാൻ ഗ്രൂപ്പാണ് താലിബാനെതിരെയുള്ള നിലപാടെടുത്ത് ഈ ഏരിയയിൽ ഒരു താലിബാൻ റിബലുകളായിട്ട് തുടർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അവർ ഇന്ന് രാവിലെ എഫക്റ്റീവായിട്ട്, അതായത് ഇന്നലെ വെള്ളിയാഴ്ച വളരെ എഫക്റ്റീവായിട്ട് തന്നെ അവിടെ ഒരു ഓപ്പറേഷൻ നടത്തി താലിബാനികളെ ഈ പ്രൊവിൻസിൽ നിന്നും അവർ തുരത്തിയിട്ടുണ്ട്. താലിബാനികളെ, അത് അഫ്ഗാനിസ്ഥാൻ അമേരിക്കയുടെ യുദ്ധം അവസാനിപ്പിച്ച് അമേരിക്ക മടങ്ങിയതിന് ശേഷം താലിബാൻ പിടിച്ചടക്കിയ സ്ഥലങ്ങളാണിത്. അപ്പോൾ അങ്ങനത്തെ അഫ്ഗാനിസ്ഥാനിൽ ആദ്യമായിട്ടാണ് ഈ വസിരിസ്ഥാൻ, അതേപോലെ തന്നെ ഈ ബദഖ്ഷാൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊവിൻസിൽ താലിബാനെതിരെ നിലപാടെടുത്തിരിക്കുന്ന ആൻറ്റി താലിബാൻ ഗ്രൂപ്പ് സക്സസ് ആയിരിക്കുന്നത്. ഈ ആൻറ്റി താലിബാൻ ഗ്രൂപ്പ് പലപ്പോഴായിട്ട് തജിക്കിസ്ഥാൻ എന്ന് പറഞ്ഞ ആ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്ത് അവിടെയാണ് ഇവരുടെ സെക്യൂർ ലാൻഡായിട്ട് ഇവർ ഒളിത്താവളങ്ങൾ ഉണ്ടാക്കി അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ കൃത്യ ടൈമിൽ അവരിപ്പം ഈ ബദഖ്ഷാൻ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് കടന്നു കയറി ഈ വക്കാൻ കോറിഡോർ ഉൾപ്പെടെയുള്ള ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പം പിടിച്ചടക്കിയിരിക്കുകയാണ്. ഇത് താലിബാൻ ഒരു തിരിച്ചടിയാണ്. താലിബാൻ ഈ പ്രൊവിൻസ് തിരിച്ച് പിടിക്കുമോ ഇല്ലയോ എന്നുള്ളതും നമുക്കറിയില്ല. പക്ഷേ അതേസമയം ഇവർ പാകിസ്ഥാൻ അനുകൂല ടീമുകളാണെന്ന് ചോദിച്ചാൽ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ വക്കാൻ കോറിഡോർ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനോട് കൂടി ഇന്ത്യ കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയയാണ്. കാരണം ഇന്ത്യക്കും, അഥവാ ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ എന്ന് പറഞ്ഞ പാക് ഒക്കുപ്പൈഡ് കശ്മീർ, ഇന്ന് പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ആ പ്രൊവിൻസിനും അതിലൂടെ ഇന്ത്യയിലേക്ക് ഒരു കണക്ടിവിറ്റി ഉള്ള ഏരിയയാണ്, ലാൻഡ് കണക്ടിവിറ്റി ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എനിവേ ഫ്യൂച്ചറിലെങ്ങാനും ഈ POJKയിലുള്ള ജനങ്ങളെ മാറ്റിക്കൊണ്ട് ഈ ലാൻഡ് മാത്രം ഇന്ത്യ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു ലാൻഡ് കണക്ടിവിറ്റി ഉള്ള ഒരു ഏരിയയാണിത്. അവിടെയാണ് കൃത്യമായിട്ട് താലിബാനെ തുരത്തിക്കൊണ്ട് ആൻറ്റി താലിബാനികൾ ഈ സ്ഥലം പിടിച്ചടക്കിയിരിക്കുന്നത്. എനിവേ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെ പോകുന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരെ ഈ ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ പാകിസ്ഥാൻ ഇന്നലെ അവരുടെ 5ാമത്തെ സ്റ്റേറ്റായിട്ട്, ഒഫീഷ്യൽ സ്റ്റേറ്റായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാനെ. ഇതിന് വലിയ രീതിയിലുള്ള വിമർശനം ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അത് ഞങ്ങൾ നിങ്ങളുടേതല്ല, ഞങ്ങളുടെ സ്റ്റേറ്റ് നിങ്ങളുടെയല്ല, ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഞങ്ങളെ സെപ്പറേറ്റ് ആക്കി വിടണം, ഞങ്ങളുടെ ഓട്ടോണമി സെപ്പറേറ്റ് ആണ്, അതിലേക്ക് കൈകടത്തൽ നടത്തരുത്, പാകിസ്ഥാൻ്റെ 5ാമത്തെ സ്റ്റേറ്റായിട്ട് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എന്നുള്ളതാണ് ആ ജനങ്ങളുടെ നിലപാട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കനത്ത പ്രതിഷേധങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാനിൽ. ഓൾറെഡി തന്നെ POJKയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അതിപ്പം കുറച്ചുകൂടി ആളിക്കത്തുകയാണ്. പാകിസ്ഥാനാണെന്നുണ്ടെങ്കിൽ 2 സ്ഥലത്ത് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന് TTP ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ ബോംബ് ആക്രമണം നടത്തിയിട്ടുണ്ട്. എയർ സ്ട്രൈക്കാണ് നടത്തിയത്. അവിടെ TTPയുടെ ഒരു ട്രെയിനിങ് ക്യാമ്പിനെതിരെയാണ് അറ്റാക്ക് നടത്തിയത്. ആ ട്രെയിനിങ് ക്യാമ്പ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ. നിരവധി പേര്, 20ലധികം TTP തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതേസമയം മറ്റൊരു മേഖലയിൽ, ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ പാകിസ്ഥാൻ്റെ മിലിറ്ററി ഉദ്യോഗസ്ഥർ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കോൺവോയ്, വലിയൊരു ബസ്സാണിത്. ആ ബസ്സിൽ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ആ ബസ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. നിരവധി പാക് മിലിറ്ററി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ പാകിസ്ഥാൻ ഇന്നലെ BLA മേഖലയിൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അവിടെയും എയർ സ്ട്രൈക്കാണ് നടത്തിയത്. ആ ആക്രമണത്തിൽ എത്ര ബലൂചിസ്ഥാനികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് വ്യക്തമായിട്ട് ഇതുവരെ വാർത്ത പുറത്തു വന്നിട്ടില്ല. പക്ഷെ അവിടെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നലെ മൊത്തം ബലൂചിസ്ഥാൻ മേഖലയിൽ വലിയൊരു പ്രതിഷേധം, ബലൂചിസ്ഥാനിൽ സ്ത്രീകളും പുരുഷന്മാരടങ്ങുന്ന വലിയൊരു ടീം അവർ തെരുവിലിറങ്ങി പോരാട്ടം തുടരുന്നുണ്ട്. ബലൂചിസ്ഥാനെ സെപ്പറേറ്റ് സ്റ്റേറ്റായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു സൈഡിൽ ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ POJK മേഖലയിൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഓട്ടോണമസ് സ്റ്റേറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അവരൊരു സൈഡിൽ പ്രതിഷേധിക്കുന്നു. ഇവിടെ ബലൂചിസ്ഥാൻ മേഖലയിൽ ബലൂചിസ്ഥാൻ സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അവരൊരു സൈഡിൽ പ്രതിഷേധിക്കുന്നു. TTPയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ പുതിയൊരു ആക്രമണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. അതുപോലെ അഫ്ഗാനിസ്ഥാൻ മേഖലയിൽ നിന്നും ഭീഷണിയുണ്ട്. അവിടെയും ബോർഡർ സെക്യൂരിറ്റി, ആർട്ടിലറി ഗൺസും കാര്യങ്ങളൊക്കെ കൊണ്ട് നിരത്തി വെച്ചിട്ട് കാത്തിരിക്കുകയാണ് പാകിസ്ഥാൻ.
വെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നം വേറൊരു രീതിയിൽ പഞ്ചാബ് സിന്ധ് പ്രൊവിൻസുകളിൽ വേറൊരു രീതിയിൽ പ്രതിഷേധമായിട്ട് മാറിയിരിക്കുന്നു. ഇങ്ങനെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ക്രിട്ടിക്കൽ മൊമെൻറ്റിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇറാൻ അമേരിക്ക വിഷയത്തിൽ ആ പീസ് ട്രീറ്റിയിൽ MOUവിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ നമ്മൾ നേരെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉക്രൈനിൽ ഒരു പ്രതിസന്ധി ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, അവിടുത്തെ മിലിറ്ററി ഉദ്യോഗസ്ഥർക്കിടയിലുള്ള കോംപ്ലക്സ്. സീനിയർ ഉദ്യോഗസ്ഥനാണോ വലുത്, ജൂനിയർ ഉദ്യോഗസ്ഥനാണോ വലുത് എന്നുള്ള തരത്തിലുള്ള കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അപ്പോൾ ആ മത്സരത്തിൻ്റെ ഇടയിൽ സെലൻസ്കി മെക്കേൽ ഫെഡറോ എന്ന് പറഞ്ഞ ഇപ്പം റീസെൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ഒരു 3 to 4 months പൊസിഷനിലുണ്ടായിരുന്ന ആ ഡിഫൻസ് ഓഫീസറെയാണ് ടെർമിനേറ്റ് ചെയ്തത്, സസ്പെൻഡ് ചെയ്തത്. ഈ വ്യക്തി പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ എന്തായാലും അയാളെ മാറ്റിയതിനെ തുടർന്ന് അവിടെ പ്രതിഷേധം രൂപപ്പെട്ടു. അപ്പോൾ എന്തായാലും ഈ ഫെഡറോ എനിക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയാണ്, അയാളെ പേഴ്സണലായിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റാഫായിട്ട് ഹയർ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സെലൻസ്കി ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളുടെ ടീമിൽ നിന്നും ഫെഡറോ പുറത്തു പോകുന്നില്ല, ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് മൈക്കൽ ഫെഡറോയിനെ വീണ്ടും അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെലൻസ്കി. പക്ഷേ അത് സെയിം പൊസിഷനിലല്ല. ഈ മൈക്കൽ ഫെഡറോ റിസൈൻ ചെയ്ത ഉടനെ തന്നെ അതിന് പുറകെ 10 പേര് റിസിഗ്നേഷൻ ചെയ്തു. 10 പേര്. അതിലൊരു സീനിയർ കമാൻഡറും കൂടി ഉണ്ട്, പൗലോ എലിസാറോ. ഈ പൗലോ എലിസാറോ റിസൈൻ ചെയ്തു. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതായത് ഈ വർക്ക് ഏരിയയിലുള്ള പൊളിറ്റിക്സ് അതാണ് പ്രധാനപ്പെട്ട കാരണം. പക്ഷേ പൊതുവിലെ ജനങ്ങൾ എന്താണ് വിലയിരുത്തുന്നത് പറഞ്ഞാൽ കീവ് ഇൻ്റർനാഷണൽ ഉൾപ്പെടെയുള്ള ഉക്രൈൻ്റെ പത്രങ്ങൾ വരെ സെലൻസ്കിക്കെതിരെ എഴുതാൻ ധൈര്യപ്പെടാത്ത പത്രങ്ങൾ വരെ സെലൻസ്കിയെ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്നാലും നമ്മളുടെ ഇടയിൽ ചിലരുണ്ട്, അവർ സെലൻസ്കിയെക്കുറിച്ചൊക്കെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്നും ചെയ്യാനില്ല, ഉള്ളത് നമ്മൾ പറഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോൾ എന്തായാലും സെലൻസ്കിയെക്കുറിച്ച് ആ പത്രം പറയുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റേറ്റസ്കോ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ എന്താണ് കുഴപ്പം? പുതിയതായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്ത ആൾക്കാരെ മാറ്റുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉക്രൈൻ വളരെ പവർഫുള്ളായിട്ട് അറ്റാക്ക് നടത്തി മുന്നോട്ട് പോവുകയല്ലേ? അപ്പോൾ അത് അങ്ങനെ തന്നെ തുടരുന്നതിലേ നല്ലത് എന്നുള്ള അഭിപ്രായമാണ് പലർക്കും ഉള്ളത്. പക്ഷേ ഇവിടെ സെലൻസ്കി ഇന്നലെ ഒരു ടാക്ടിക്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് നിരവധി ആണുങ്ങൾ പ്രതിഷേധിക്കാൻ വന്നിട്ടായിരുന്നു, അവരെല്ലാം പിടിച്ചുകൊണ്ട് പോയി ഫ്രണ്ട് ലൈനിൽ നിർത്താൻ വേണ്ടിയിട്ട് ഉത്തരവ് കൊടുത്തു. അതിനെ തുടർന്ന് ആർമി ഉദ്യോഗസ്ഥർ ഈ പ്രതിഷേധം നടന്ന ലൊക്കേഷനിലെത്തി നിരവധി ആണുങ്ങളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ വിഷയം നടന്ന ഉടനെ തന്നെ പ്രതിഷേധിക്കാൻ വന്ന ആൾക്കാർ അപ്പം തന്നെ പതാകയും കാര്യങ്ങളൊക്കെ ഇട്ടെറിഞ്ഞിട്ട് അവരെല്ലാം തന്നെ ഓടി ഒളിക്കാൻ തുടങ്ങി. ഇപ്പം സ്ത്രീകളും കുറച്ച് മുതിർന്ന ആൾക്കാരുമാണ് ഈ പ്രതിഷേധം നയിക്കുന്നത്. അപ്പോൾ പ്രതിഷേധം പകുതിയായിട്ട് ക്ഷയിച്ചിട്ടുണ്ട്. ആ ടെക്നിക്ക് സെലൻസ്കിയാണ് ഉപയോഗിച്ചത്. മിലിറ്ററിയിലേക്ക് ഫ്രണ്ട് ലൈനിലേക്ക് യുവാക്കളെ പിടിച്ചുകൊണ്ട് പോകൂ എന്ന് പറഞ്ഞ് ആ ഒരു ഉത്തരവ് ഇറക്കിയതിനെ തുടർന്ന് ഇവരെല്ലാം തന്നെ മുങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു സൈഡിൽ നടക്കട്ടെ, പക്ഷേ പ്രതിഷേധം അവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട് സെലൻസ്കിക്കെതിരെ. അതായത് ഈ മൈക്കേൽ ഫെഡറോവിനെ വീണ്ടും പഴയ അതേ പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യണമെന്നാണ് അവരുടെ ആവശ്യം. റഷ്യ ആണെന്നുണ്ടെങ്കിൽ ശക്തമായ ആക്രമണം ഒഡേഷ, സെബ്രോഷേഷ്യ, ചെർണോഫിൽ, ഡെനിപ്രോ, ഡോണസ്ക് അങ്ങനെ 130 സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. 6 പേർ കൊല്ലപ്പെട്ടു. ഡോണസ്കിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത്. ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സീയിൽ 11 റഷ്യൻ കപ്പലുകൾക്ക് നേരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. 11 കപ്പലുകൾക്ക് നേരെയാണ് അറ്റാക്ക് നടത്തിയത്. ഇത് കപ്പലുകളെ തുടരെ ആക്രമിക്കുന്നത് കണ്ടുകൊണ്ട് റഷ്യ അവരുടെ ഒഡീഷ പോർട്ടിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു കപ്പലിന് നേരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇനി ഉക്രൈൻ കപ്പലുകൾക്ക് നേരെ അറ്റാക്ക് നടത്തുന്നുവെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചടിക്കും, ഒരു കപ്പൽ പോലും ഒഡേഷ തുറമുഖത്ത് അടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളൊരു പ്രഖ്യാപനം റഷ്യയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഖെർസൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മിലിറ്ററി അക്കാഡമി ആക്രമിച്ചിട്ടുണ്ട് റഷ്യ. അതുപോലെ 3 ദിവസങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് റഷ്യ നടത്തിയതായിട്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നാറ്റോയുടെ സഹകരണത്തോടു കൂടി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ സപ്പോർട്ടോടു കൂടി ഉക്രൈൻ്റെ ഉള്ളിൽ വലിയൊരു വെപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് അതാണ് അവിടെ ആക്രമണത്തിന് വിധേയമായത്. അത് അവിടെ റിപ്പീറ്റഡ് ആയിട്ട് അവിടെ പൊട്ടിത്തെറി ഉണ്ടായി, കാരണം അവിടെ അമ്യൂണിഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 13 കിലോമീറ്റർ നീണ്ട ഒരു കോമ്പൗണ്ടിനുള്ളിലാണ് ഈ ഗോഡൗൺ സ്ഥിതി ചെയ്തിരുന്നത്. ആ എൻറ്റയർ ഗോഡൗൺ 13 കിലോമീറ്ററും കത്തി നശിച്ചു പോയിരിക്കുകയാണ്. ജസ്റ്റ് സ്കെലറ്റൽ സിസ്റ്റം മാത്രമാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇത് ഉക്രൈൻ വലിയൊരു നഷ്ടമായിട്ട് തന്നെയാണ് കരുതുന്നത്, കാരണം അത്രമാത്രം ആയുധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഉക്രൈനിന് മിസൈൽ ഇൻ്റർസെപ്റ്റേഴ്സ് ഷോർട്ടേജുള്ള ഈ ഒരു ടൈമിൽ റഷ്യ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്. അതുപോലെ ഉക്രൈൻ്റെ ഉള്ളിൽ സൈറ്റോമിർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഗ്യാസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് റഷ്യ.
തിരിച്ചടിക്കുകയാണ്, ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുകയാണ്. ഈ നാറ്റോയും യൂറോപ്യൻ യൂണിയനും ഉക്രൈനും കൂടി ചേർന്ന് നടത്തിയ ഈ ഒരു വെപ്പൺ സ്റ്റോറേജ് ഗോഡൗൺ കീവിൽ വൈഷ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. വോക്സ് വാഗൻ കമ്പനി ജർമ്മനിയിൽ അടച്ചു പൂട്ടുന്നു, 1,00,000 പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വാർത്ത അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അതുമായിട്ട് ബന്ധപ്പെട്ട ഫർദർ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് ഇസ്രായേലിൻ്റെ റഫേൽ വെപ്പൺ മാനുഫാക്ചറിങ് കമ്പനി, ഡിഫൻസ് കമ്പനി, ഈ വോക്സ് വാഗൻ കമ്പനിയുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പുതിയ ഫണ്ടിങ് സ്വീകരിച്ചുകൊണ്ട് ഈ കമ്പനി മുന്നോട്ട്, അതായത് ക്ലോസ് ചെയ്യാതെ തന്നെ മുന്നോട്ട് നടത്താനുള്ള മാർഗ്ഗമാണ് ജർമ്മനി തിരയുന്നത്. പക്ഷേ ആ സാഹചര്യത്തിൽ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഈ വോക്സ് വാഗൻ കമ്പനിയിൽ 17% ഷെയർ ഉണ്ട്. അപ്പം സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള നിലയിൽ ഖത്തർ ഈ ഒരു 17% സ്റ്റേക്ക് വെച്ചുകൊണ്ട് വോക്സ് വാഗനെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് കമ്പനി അടയ്ക്കൂ തുറക്കൂ അതൊരു വിഷയമേ അല്ല, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട്, അതും റഫേൽ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള എഗ്രിമെൻറ്റും പാടില്ല എന്നാണ് ഖത്തറിൻ്റെ നിലപാട്. ഇതൊരു കണക്കിന് സ്റ്റേക്ക് ഹോൾഡറാണ്, പറയുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഒന്നെങ്കിൽ ഇസ്രായേൽ ഖത്തറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ മറികടക്കുന്ന രീതിയിൽ റഫേൽ കമ്പനി ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ് വോക്സ് വാഗനിൽ നടത്തണം. അത് ഓൾറെഡി നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ബിസിനസ് വൈസ് നോക്കുമ്പോഴത്തേക്കും അതൊരു പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻ അല്ല. പക്ഷേ ഒരു കോമ്പറ്റീഷൻ എന്നുള്ള നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഖത്തറിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് റഫേൽ എന്ന് പറഞ്ഞ കമ്പനി അത് ചെയ്താലും നമുക്കൊന്നും പറയാനില്ല. കാരണം അതിൻ്റെ പുറകിൽ ഇസ്രായേൽ ഉണ്ട് എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ റഫേൽ കമ്പനി മാറി നിൽക്കണം, ഖത്തർ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടരും, പക്ഷേ കമ്പനി അടച്ചു പൂട്ടും. രണ്ടിൽ എന്ത് വേണം എന്നുള്ളത് വോക്സ് വാഗൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് തീരുമാനിക്കേണ്ടത്. കമ്പനി അടച്ചു പൂട്ടിയാൽ 1,00,000 പേർക്ക് ജോലി നഷ്ടപ്പെടും. വോക്സ് വാഗൻ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറും ഇസ്രായേലിൻ്റെ റഫേൽ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയും ഒരു നിർണായക ക്രൂഷ്യൽ പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. ഇസ്രായേൽ സൗത്ത് ലെബനാനിൽ തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്. ടയർ എന്ന് പറഞ്ഞ റീജിയനിലും അതുപോലെ തന്നെ നബാട്ടിയ എന്ന് പറഞ്ഞ റീജിയനിലും അലി അൽ താഹിർ റിഡ്ജ് എന്ന് പറഞ്ഞ ഏരിയയിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇസ്രായേൽ പെർമനൻ്റ് ആയിട്ട് ലെബനൻ്റെ ഉള്ളിൽ അവരുടെ ഒരു മിലിറ്ററി എയർ ബേസ് സ്ഥാപിച്ചിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഖയാം എന്ന് പറഞ്ഞ ഒരു പ്രിസൺ, ഈ പ്രിസൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഹിസ്ബുള്ള തീവ്രവാദികളെ കൊണ്ട് പാർപ്പിക്കുന്ന ഒരു ജയിലാണത്. ആ ജയിലിൻ്റെ അടുത്താണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു മിലിറ്ററി ബേസ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു സർവൈലൻസ് യൂണിറ്റാണ്. ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഡിപ്ലോയ്മെൻറ്റ്, അവർ അൽ മൻസൂരി എന്ന് പറഞ്ഞ സൗത്ത് ലെബനാൻ്റെ ഭാഗത്ത് ഇസ്രായേലിൻ്റെ മിലിറ്ററി വാഹനങ്ങൾ തലങ്ങും വിലങ്ങും സർവൈലൻസിൽ ഏർപ്പെടുന്നുണ്ട്. മറ്റേ സൈഡിൽ ലിറ്റാനി റിവറിൻ്റെ അപ്പുറത്തെ സൈഡിൽ ലെബനാൻ ആർമി ഫുൾ ടൈം സർവൈലൻസിലുണ്ട്. ഇപ്പോൾ ഈ യുനിഫിൽ എന്ന് പറഞ്ഞ ആ ഒരു സംഗതിക്ക് ഇനി ഇവിടെ ഒരു റോളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഹെസ്ബുള്ളയ്ക്ക് ഒരു മെസ്സേജ് കൈമാറിയിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഫുൾ ഫ്ലഡ്ജ്ഡ് വാർ, വലിയ രീതിയിലുള്ള മിഡിൽ ഈസ്റ്റ് എസ്കലേഷനിലേക്ക് നമ്മൾ പോവാണ്, അതുകൊണ്ട് തയ്യാറായിട്ടിരിക്കുക. ഹെസ്ബുള്ളയ്ക്കാണ് ഈ ഒരു മെസ്സേജ് കൈമാറിയിരിക്കുന്നത്. ഹെസ്ബുള്ള തന്നെ ഇവിടെ എണ്ണിച്ചടങ്ങാൻ ആരോഗ്യമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഹെസ്ബുള്ളയെ വിശ്വസിച്ച് ഇറാൻ്റെ ആഹ്വാനം. ഇനിയിപ്പോൾ അപ്പുറത്ത് ഇറാഖിൻ്റെ സൈഡിലുള്ള മിലീഷ്യ ഗ്രൂപ്പുകൾക്കും പണി വരുന്നുണ്ട്. അമേരിക്ക തന്നെ ഇറാഖിൻ്റെ സൈഡിലുള്ള മിലീഷ്യ ഗ്രൂപ്പുകളെ അറ്റാക്ക് ചെയ്യും, ഇറാൻ്റെ മിലീഷ്യ ഗ്രൂപ്പുകളെ. അമേരിക്കയും പറഞ്ഞിട്ടുണ്ട് യുദ്ധം നെക്സ്റ്റ് ലെവലിലേക്ക് പോവാണ്, ആക്രമണം ശക്തിപ്പെടുത്തും, വൈഡനിങ് ചെയ്യും എന്നൊക്കെ അമേരിക്കയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് കൂട്ടരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇനി റിയൽ പീസ് കീപ്പേഴ്സ് ആയിട്ടുള്ള പാകിസ്ഥാൻ ഇപ്പോൾ എന്ത് ചെയ്യും എന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. അനസ് മഹമ്മദ് അഹമ്മദ് ഹംദാൻ എന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ വന്ന് കുറേ സ്ത്രീകളെ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോയ ഒരു തീവ്രവാദിയെ ഗാസയ്ക്കുള്ളിൽ ഖാൻ യൂനീസിൽ വലിയൊരു എയർ സ്ട്രൈക്ക് നടത്തി ഇസ്രായേലിൻ്റെ ആർമി എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇസ്രായേൽ കൊടുക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്, ശക്തമായിട്ടുള്ള ആക്രമണം തുടരും. ഗാസ ഇപ്പോൾ ഒരു 35% ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്, അത് ഇനി അങ്ങോട്ട് വീണ്ടും വീണ്ടും ചുരുങ്ങും. ശരിക്കും ഹമാസിന് ഇനി ഒരു രക്ഷയില്ല എന്നുള്ളൊരവസ്ഥയാണ്. ശരിക്കും വളരെ ടൈറ്റായിട്ടുള്ള ഒരു മൊമെൻറ്റിലേക്കാണ് ഇപ്പം ഇസ്രായേൽ ഗാസ യുദ്ധം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ അവരുടെ പൂർണ്ണമായിട്ടുള്ള ഡോമിനൻസ് കാണിക്കുന്നുണ്ട്. ഗാസയിൽ ഹമാസിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ പാലസ്തീനിയൻ ഫോഴ്സ് ആക്ച്വലി ഈ മഹ്മൂദ് അബ്ബാസ് നയിക്കുന്ന പാലസ്തീനിയൻ ഫോഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ലീഡർഷിപ്പിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും ഹമാസിനെ എതിർക്കുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ വിങ് എന്നുള്ള നിലയിലാണ് ഹമാസിനെ അവർ എതിർക്കുന്നത്. ഐഡിയോളജിക്കലി അവർ ഹമാസിനെ എതിർക്കുന്നില്ല. പക്ഷേ അവർക്ക് ഐഡിയോളജിക്കലി ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഹമാസ് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ്. ഈജിപ്റ്റ്, തുർക്കി, ഖത്തർ പോലത്തെ രാജ്യങ്ങളൊക്കെ തന്നെ ഹമാസിനെ ഇപ്പം പിന്തുണയ്ക്കുന്നില്ല. പ്രധാനപ്പെട്ട കാരണം അവർ പറഞ്ഞതുപോലെ ഹമാസ് ഒബേ ചെയ്യാൻ തയ്യാറല്ല. അവർ പറഞ്ഞത് തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഹമാസിന് അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാൻ താല്പര്യമില്ല. ഹമാസിന് ശരിക്കും ബുദ്ധിയില്ല, ഒന്നാമത്തെ കാര്യം. കാരണം അവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവരെ നടത്തിയത് തീവ്രവാദ ആക്രമണമാണ്. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രോപ്പ് ചെയ്ത് പ്ലാൻ മാറ്റിയിട്ട്
കുറച്ച് റെസ്റ്റ് എടുത്ത് വീണ്ടും അവർക്ക് പിന്നീട് വരാമായിരുന്നു. സാധാരണ എല്ലാ തവണയും ഹമാസ് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇത്തവണ അവർക്ക് പിഴച്ചു. കാരണം ഇസ്രായേൽ ഇത് നിർത്താൻ തയ്യാറല്ല. അവർ ഹമാസിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്, ഡിമാൻഡ്. ആ ഡിമാൻഡിന് വഴങ്ങാൻ ഒരിക്കലും ഹമാസ് ഒരുക്കമല്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പലതരത്തിലുള്ള ഡിമാൻഡുകൾ പലപ്പോഴായിട്ട് മാറ്റി ഹമാസിനെ ഇത്തരത്തിൽ കൊണ്ട് എത്തിച്ചത്. ഇനിയിപ്പോൾ ഹമാസ് വിചാരിച്ചാൽ പോലും ഹമാസിനൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇനി കീഴടങ്ങുക എന്നുള്ളത് അവർക്ക് പറഞ്ഞിട്ടുള്ള വിഷയമല്ല, പക്ഷേ മരിക്കുക, അതാണ് ഇനി അവരുടെ മുന്നിലുള്ള മാർഗം. അപ്പോൾ എന്തായാലും ആക്രമണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ. ഗാസയ്ക്കുള്ളിൽ നിരവധി ഏരിയകളിൽ അറ്റാക്ക് തുടരുകയാണ്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.